ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു ഓർഡർ ഉണ്ട് കേട്ടോ. ഒരു 100 ആൾക്കുള്ള ഓണസദ്യ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറുക്ക് കാളനാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരപ്പ് ചേർത്തു. വെളുത്തുള്ളിയും തേങ്ങയും ചെറിയ ജീരകം കൂടി അരച്ചത് കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇതിൽ ഇപ്രാവശ്യം നമ്മൾ ചേന ഇടാം, കുമ്പളങ്ങ ഇടാം, അതേപോലെ പച്ചക്കായൊക്കെ ഇടാം കേട്ടോ. നമ്മളിന്ന് ചേന വെച്ചിട്ടുണ്ടാക്കുന്നത്. ചേനയിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചേനയിട്ട് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് തൈര് ഒഴിച്ച് പുളിയൊക്കെ നോക്കിയിട്ടുള്ള തൈരൊക്കെ ഒഴിച്ച് നന്നായി ഇളക്കണം. ചേന വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ് വേവിച്ചത്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എണ്ണയിൽ വഴറ്റിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് വറവിടാൻ പോകാം കേട്ടോ. വറവുമ്പോൾ സാധാരണ വറവൊക്കെ ഇടുക. കറിവേപ്പില, ഉണക്കമുളക്, കടുക് ഇടുക. പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇടും. വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി മുകളിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറുക്ക് കളറുണ്ടാക്കാൻ. ഇത് കുറച്ചും കൂടി ഇരിക്കുമ്പോൾ നല്ല സെറ്റായി കിട്ടും. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. 10-18 ഐറ്റം സാധനങ്ങളുണ്ട്. പച്ചടിക്ക് വറവിട്ടു. അമ്മയാണ് പച്ചടിക്ക് വറവിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പച്ചടി കഴിഞ്ഞു. അങ്ങനെ ഓരോരോ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ ചിരവാനുണ്ട്. പിന്നെ പായസം പാലടയും കൊണ്ട് കുഴപ്പമില്ല. ഇവർക്ക് ഞാനിത് പുറത്ത് അവിയലിലുള്ള അരപ്പിട്ടു കേട്ടോ. അവിയലും ഇതുപോലെ തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും 2 വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട്, അരയ്ക്കല്ല ചെറുതായി ഒതുക്കിയിട്ടിട്ട് ആവശ്യത്തിന് തൈര് ഒഴിച്ച് അവിയൽ കൂടി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ കറിവേപ്പില ഉള്ളിലൊന്ന് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അരിയിലെ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒതുക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് മുകളിൽ കൂടെ ഒന്നും കൂടി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പോഴാണ് അവിയലിനുള്ള മണവും ടേസ്റ്റ് അങ്ങ് എടുത്ത് വരുള്ളൂ. ഇങ്ങനെ കൊത്തി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചുകൂടി വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. അവിയലും സെറ്റായിട്ടുണ്ട്. ഇനി പായസമാണ്, അടയാണ്, പാലട. അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞപ്പോൾ അട ഇട്ട് കൊടുക്കുകയാണ്. പായസം കൂടി ആയിക്കഴിഞ്ഞാൽ ചോറ് കൂടി വെച്ചാൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിട്ടോ. പഞ്ചസാര ഇട്ടു. ഇനി ഒന്ന് പഞ്ചസാര കുറുകി വരുമ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി വറവിട്ട് കഴിഞ്ഞാൽ പായസം ഓക്കെ ആയി. അപ്പോൾ പായസം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സദ്യ കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് സദ്യയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വണ്ടി വന്നാൽ കൊടുത്തുവിടാം. അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.